ഹായ്, നമ്മളിവിടെ കാൽക്കുലേറ്ററോ ഒരു ഫോർമുലയോ ഉപയോഗിക്കാതെ √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എങ്ങനെ കാണാം എന്നാണ് നോക്കുന്നത്. അതിനായി നമ്മളിവിടെ രണ്ട് മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ടും ഇതുപോലെ കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 2ന്റെ സ്ക്വയർ റൂട്ട് ആണ് കാണേണ്ടത്. ഇപ്പോൾ 2ന്റെ നേരെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കാം. 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ റൂട്ട് എന്താ? 1ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പം ഈ 1ന്റെ മുകളിലായിരിക്കും 2ന്റെ സ്ക്വയർ റൂട്ട്. അപ്പം നമുക്ക് 1.1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1.1 സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 1.21 എന്ന് കിട്ടും. അതുപോലെ 1.2ന്റെ സ്ക്വയർ എടുക്കാം. അപ്പം എന്ത് കിട്ടും? 1.44. അതുപോലെ 1.3ന്റെ സ്ക്വയർ എടുക്കുമ്പം 1.69 കിട്ടും. അതുപോലെ 1.4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1.96 ആൻഡ് 1.5ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2.25 എന്ന് കിട്ടും. ഇവിടെ ഇപ്പൊ കിട്ടിയ വാല്യൂ 2നെക്കാളും അധികമായി. അപ്പോൾ ഇതിന് നേരെ താഴെയുള്ള വാല്യൂ എടുക്കാം. 1.96 കിട്ടി. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് നമുക്ക് 4 കിട്ടിയപ്പോൾ 4. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ അവിടെ എഴുതി തുടങ്ങാം. √2 = 1 പോയിന്റ്, ഫസ്റ്റ് ഡെസിമൽ പോയിന്റ് നമുക്ക് കിട്ടിയത് 4 ആണ്. 4 അവിടെ എഴുതാം. ഇനി നെക്സ്റ്റ് ഡെസിമൽ പോയിന്റ് കണ്ടെത്താം. അപ്പം നമുക്ക് 1.4 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1.41 അതിന് സ്ക്വയർ എന്താ? ഞാനിവിടെ അത്രയും കാൽക്കുലേഷൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. 1.41ന്റെ സ്ക്വയർ 1.9881. അതുപോലെ 1.42ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2.0164 എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ ഈ വാല്യൂ 2നെക്കാളും അധികമായി. അപ്പോൾ ഇതിന് നേരെ താഴെയുള്ള വാല്യൂ എടുക്കാം. 1.9881. അതായത് നമുക്കപ്പോൾ സെക്കൻഡ് ഡെസിമൽ പോയിന്റ് 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 1.41 എന്ന് കിട്ടി. ഇനി നമുക്ക് 1.41 വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 1.411 square is equal to 0921. അതുപോലെ 1.412 സ്ക്വയർ എടുക്കുമ്പോൾ 1.99
3744 എന്ന് കിട്ടും. ഇതിന്റെ സ്ക്വയർ ഈ 2-നേക്കാളും അധികമാകുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി 1.413 ചെയ്ത് നോക്കാം. (1.996569) and 1.414 square is equal to 1.999396 and 1.415 square is equal to 2.0002225 എന്ന് കിട്ടും. ഇവിടെ ഇത് 2-നേക്കാളും അധികമായി. അപ്പോൾ ഇതിന് നേരെ താഴെ നമ്പർ എടുക്കാം. ഇത് 1.414. അപ്പോൾ നെക്സ്റ്റ് ഡെസിമൽ വാല്യൂ നമുക്ക് 1.414 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ച അപ്രോക്സിമേറ്റ് വാല്യൂ. നെക്സ്റ്റ് മെത്തേഡാണ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ മെത്തേഡ്. Continued fraction. നമുക്ക് √2നെ x എന്ന് എഴുതാം. അതായത് x is equal to √2 ആൻഡ് രണ്ട് സൈഡിൽ നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പം എന്താവും? x² is equal to 2 ആൻഡ് 2ന്റെ നേരെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അതിനെ നമുക്ക് രണ്ട് സൈഡിലും മൈനസ് ചെയ്യാം. അപ്പോൾ 2ന്റെ നേരെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 1 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് 1 കൊണ്ട് മൈനസ് ചെയ്യാം. x² മൈനസ് 1 ഈക്വൽ ടു 2 മൈനസ് 1. ഇതെന്താവും? x² മൈനസ് 1 ഈക്വൽ ടു 1. ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്കറിയാം x² മൈനസ് 1 എന്നത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ്. അതിനെ നമുക്ക് ഫാക്ടർ ചെയ്യാം. അപ്പം എങ്ങനെ വരും? x പ്ലസ് 1 ഇൻറ്റു x മൈനസ് 1 ഈക്വൽ ടു 1. ഇനി നമുക്ക് x പ്ലസ് 1നെ റൈറ്റ് സൈഡിലോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം എങ്ങനെ വരും? x മൈനസ് 1 ഈക്വൽ ടു, ഇവിടെ ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്, 1 ഡിവൈഡ് ബൈ x പ്ലസ് 1. ഇനി നമുക്ക് ഈ 1നെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പം എന്താവും? x ഈക്വൽ ടു 1 പ്ലസ് പിന്നെ 1 ഡിവൈഡ് ബൈ, ഇവിടെ നമുക്ക് 1 പ്ലസ് x എന്ന് എഴുതാം. ഓക്കെ, ഈ കാണുന്ന എക്സിന് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ ആവും? x ഈക്വൽ ടു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ്, ഇനി ഈ എക്സിന്റെ ഈ വാല്യൂ കൊടുക്കാം. 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് x എന്നാണ്. എന്താ? 1 പ്ലസ് 1 ഡിവൈഡ് ബൈ x. വീണ്ടും എക്സിന് സെയിം വാല്യൂ കൊടുക്കണം. ഈ കാണുന്ന എക്സിന് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് x എന്നാണ്. ഓക്കെ,
വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. x equal to 1 plus 1 divided by 1 plus 1 plus 1 divided by 1 plus 1 plus 1 divided by x. 1 divided by 1 plus x. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. നമുക്ക് ഇവിടെ ഒരു 3-4 സ്റ്റെപ്പ് വരെ എഴുതിയാൽ മതി. നമുക്ക് ഒരു വട്ടം കൂടി എഴുതാം. x equal to 1 plus 1 divided by 1 plus 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 1 divided by 1 plus x. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഒന്ന് കിട്ടി വായിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ. ഇവിടെ നമുക്കൊന്ന് ചെറുതാക്കി എഴുതണം. 1 plus 1 2 ആണ്. അപ്പോൾ നമുക്ക് ഈ 1 plus 1ന്റെ സ്ഥാനത്തൊക്കെ 2 എന്ന് കൊടുക്കാം. x equal to 1 plus 1 divided by 2 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 plus etc. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ വരെ സ്റ്റോപ്പ് ചെയ്യാം. 1 divided by 2 വരെ. ഓക്കെ, ഇനി നമുക്ക് ഈ താഴെയും തൊട്ട് നമുക്ക് ഈ ഫ്രാക്ഷനെ ചെറുതാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടു പ്ലസ് 1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 5 divided by 2 എന്ന് കിട്ടും. നമുക്ക് ഈ ഫ്രാക്ഷൻ ഒന്ന് മാറ്റി എഴുതാം. x equal to 1 plus 1 divided by 2 plus 1 divided by 2 plus 1 divided by ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് 5/2 എന്ന് എഴുതാം. ഇവിടെ ഈ ഫ്രാക്ഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷനെ തിരിച്ച് എഴുതണം. അതായത് ഈ 2നെ നമുക്ക് 1ന്റെ സ്ഥാനത്തോട്ട് കൊണ്ടുപോകണം. അപ്പം എന്തായിരിക്കും? x equal to 1 plus 1 divided by 2 plus 1 divided by 2 plus ഇവിടെ 5/2 എന്നത് 2/5 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് ചെറുതാക്കി എടുക്കണം. ഈ ഒരു ഫ്രാക്ഷനെ ആഡ് ചെയ്യാം. ടു പ്ലസ് 2/5 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം 12/5 എന്ന് കിട്ടും. അത് ഇവിടെ എഴുതാം. x equal to 1 plus 1 divided by 2 plus 1 divided by 12/5. ഇതിനെ നമുക്ക് തിരിച്ചെഴുതണം. അപ്പം x equal to 1 plus 1 divided by 2 plus ഇത് 5/2 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഭാഗം ചെറുതാക്കണം. സോറി, ഇവിടെ 5/12 ആണ്. 5/12. ഓക്കെ, ഈ ഒരു ഭാഗം ചെറുതാക്കാം. ടു പ്ലസ് 5/12 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 29 divided by 12 എന്ന് കിട്ടും.
അത് നമുക്ക് ഇവിടെ എഴുതാം. എക്സ് ഈക്വൽ ടു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 29/12. ഇതിനായി 12 നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. എന്താവും? എക്സ് ഈക്വൽ ടു 1 പ്ലസ് 12/29. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടിയ ഫ്രാക്ഷണൽ അപ്രോക്സിമേഷൻ ഓഫ് റൂട്ട് 2. ഇനി നമുക്ക് ഇതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 1 പ്ലസ്, അപ്പോൾ ഫസ്റ്റ് വാല്യൂ 1 ആയിരിക്കും. പിന്നെ ഈ ഫ്രാക്ഷൻ നോക്കുമ്പം 12/29 ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. അതായത് അത് 1-നേക്കാളും താഴെ ആയിരിക്കും. അപ്പോൾ 1 പോയിന്റ് ഇടാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 12/29. നമുക്കിവിടെ ഒരു 0 കൊടുക്കാം. 12ൽ എത്ര വട്ടം 29 ഉണ്ടെന്ന് നോക്കാം. സോറി, 120ൽ എത്ര 29 ഉണ്ടെന്ന്. 29 4 വട്ടം പോകും 120ൽ. അതായത് 29 × 4 എന്ന് പറഞ്ഞാൽ 116. 120 മൈനസ് 116 എന്നത് നമുക്ക് ഡിഫറൻസ് 4 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രാക്ഷനിൽ റിമൈനിങ് 4/29 കിട്ടും. 4ൽ 29 പോവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0 ഇട്ട് കൊടുക്കാം. 40ൽ ഒരു വട്ടേ 29 പോവുള്ളൂ. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുക്കാം. 40 മൈനസ് 1 × 21 തന്നെ, സോറി 1 × 29 29 തന്നെ. അപ്പോൾ മൈനസ് 29 ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ഫ്രാക്ഷൻ 11/29. 11ൽ 29 പോവില്ല. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 110. ഇതിൽ എത്ര 29 ഉണ്ട് നോക്കാം. അവിടെ നമുക്ക് 3 എന്ന് കിട്ടും. ആ 3 ഇവിടെ എഴുതി കൊടുക്കാം. 3 × 29 നമുക്ക് 87 എന്ന് കിട്ടും. 87. 110 minus 87, 23. For remaining 23 divided by 29. ഇതിൽ 29 പോവില്ല. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇതിൽ ഏകദേശം 7 വട്ടം പോകും. ഇവിടെ 7 എന്ന് കൊടുക്കാം. 7 × 27, സോറി 7 × 29, 203. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ 27 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടിയ റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. റൂട്ട് 2ന്റെ അപ്രോക്സിമേറ്റ് ഡെസിമൽ വാല്യൂ.